എടുക്കണില്ല. 4 മാസം അതിൽ കൂടുതലോ ഭാര്യയായിട്ട് ബന്ധപ്പെടില്ല എന്നൊരാൾ ശപഥം ചെയ്താൽ അത് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. അതിന് ഈലാഗ് എന്നാണ് പറയാം. ത്വലാഖ്, ഫസ്ഖ്, ഖുൽ എന്നൊക്കെ പറഞ്ഞമാർക്കൊരു പണിയാണ് ഈലാ. 4 മാസമോ അതിൽ കൂടുതലോ എൻ്റെ ഭാര്യയായിട്ട് ഞാൻ ബന്ധപ്പെടില്ല എന്നൊരാൾ ശപഥം ചെയ്താൽ അതിനൊരു കഫാർത്ത് കൊടുക്കണം എന്നാണ്. അതൊന്നും പറയാൻ പാടില്ല. പരമാവധി 4 മാസമാണ് പെണ്ണുങ്ങൾക്ക് സഹിക്കാൻ പറ്റുക. എന്നാലും 4 മാസത്തിലൊരു കൊല്ലത്തിലോ ബന്ധപ്പെട്ട നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ ബന്ധപ്പെട്ടാൽ മതി, പക്ഷെ പറയാൻ പാടില്ല. പറഞ്ഞാൽ കഫാർത്ത് കൊടുക്കണം. അതിൻ്റെ പേരെന്താണ്? ഈലാഗ് എന്നാണ്. റസൂലുള്ള 1 മാസത്തേക്ക് പറഞ്ഞു. 1 മാസമായിട്ട് ഭാര്യമാരായിട്ട് ബന്ധപ്പെടില്ല പറഞ്ഞിട്ട് ഒരു പ്രശ്നമൊക്കെ ഉണ്ടായി, ഭാര്യമാരത്തേക്ക് പോകാതായി. 1 മാസം അങ്ങനെ നിന്നു. എന്താ കാരണം നിങ്ങൾക്കറിയോ? ഓല് റസൂലുള്ളാഹിനോട് ഞങ്ങൾക്ക് ഭക്ഷണത്തിലൊക്കെ ഒന്നുകൂടി ഒരു കൊഷിമാണെന്ന് പറഞ്ഞതാണ്. ഞങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെയൊന്നും പോരാ, കുറച്ചുകൂടിയൊക്കെ ഒന്ന് ഉഷാറാക്കി തരണമെന്നാണ്. അതിൽ അള്ളാഹു തആല ഇടപെട്ടു. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, യാ അയ്യുഹൻ നബിയ്യു കുല്ലി അസ്വാജിക, നബിയെ ആ ഭാര്യമാരെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞാളി, നിങ്ങൾക്ക് ദുനിയാവും അലങ്കാരമാണ് വേണ്ട ചെങ്ങൾക്ക് പോയിക്കൂടി, ഒഴിവാക്കി തരാം. അല്ല അള്ളാഹിനും റസൂലിനും പരലോകമാണെങ്കിൽ വേണ്ടതെങ്കിൽ അങ്ങനത്തെ നല്ല പ്രതിഫലങ്ങൾ അള്ളാഹു തആല നാളെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത് ഓരോടൊന്ന് പറഞ്ഞാളി നബിയെന്ന്. ആര്? ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ആയത്തിറക്കി കൊടുത്തു. ഈ ഉള്ള സൗകര്യത്തിൽ നിൽക്കണമെങ്കിൽ നിൽക്കാം, അല്ലെങ്കിൽ പോവാം. അത് നബി ഭാര്യമാരെ വിളിക്കുകയാണ്. ആദ്യം വിളിച്ചത് ആരാണ്? ആയിഷ ബീവിനെയാണ്. ആയിഷ വിളിച്ചിട്ട് തങ്ങൾ പറഞ്ഞു ഇങ്ങനെയാണ്, ആയിഷ ഒരു കാര്യം എന്നോട് ചോദിക്കാൻ പോകണം, അഭിപ്രായം പറയരുത്, ഉമ്മാനോട് പറഞ്ഞ് ചോദിച്ചിട്ട് മാത്രമേ പറയാൻ വിട്ടോ. എന്നിട്ട് ഈ ആയത്തിനെ ഓതി കൊടുത്തു. നിങ്ങൾക്ക് ദുനിയാവും ആഡംബരങ്ങളും ആണെങ്കിൽ പോകാനും തലാഖല്ലാനും അള്ളാഹിനും റസൂലിനും പരലോകം മതിയെങ്കിൽ ഇവിടെ. അപ്പോൾ ആയിഷാബി എന്ത് പറഞ്ഞു? എന്താ കുഴപ്പം പറഞ്ഞേ ആയിഷാബി? എനിക്കൊരു ഉമ്മാനോടും മാമനോടും ചോദിക്കണ്ട, ഞാൻ അള്ളാഹിനും റസൂലിനും പരലോകത്തിൽ ആഡംബരമൊന്നും മാണ്ടാറ്. ആയിഷാബിയാണത്, മാണെ മനസ്സിലാക്കിക്കോളി. ആയിഷാബിയാണത്. 1 ലക്ഷം കിട്ടിയിട്ട് നോമ്പറക്കാൻ ഇറച്ചിക്കറി കൂടി വെക്കാതെ ഫുൾ കൊടുത്ത് കണ്ണ് ഉന്നതങ്ങളിലാണ്, സ്വർഗത്തിലാണ്. അപ്പോൾ ആയിഷാബി ഒരു ഡിമാൻഡ്, ഒരു കണ്ടീഷൻ കണ്ടു പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. കാരണം അതെന്തായിരുന്നു? ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് മറ്റവരോടൊന്നും പറയരുത്. ഭാര്യമാരെ എട്ടുള്ള ഭാര്യയുണ്ടല്ലോ. ആയിഷാബി ഇങ്ങനെ ഇത് തിരഞ്ഞെടുത്തിരുന്നില്ല, നിങ്ങൾ ഓരോടൊന്നും ഇതാക്കരുത് കേട്ടോ. എന്നാൽ അവരൊക്കെ പോകണേ എന്തായിക്കോട്ടെ, പറയുമ്പോൾ ഒക്കെ പറയണല്ലോ. അപ്പോൾ റസൂലുള്ള പറഞ്ഞൊരു മറുപടി ഉണ്ട്. എന്താണെന്നറിയോ? ഞാൻ പറയുന്ന പറഞ്ഞു, ബുയിസ്തു മുയസ്സിറൻ, ആളുകൾക്ക് ഇടങ്ങേറുണ്ടാക്കാൻ അള്ളന്നെ അയച്ചതല്ല, ഈ എളുപ്പം ഉണ്ടാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞ് പറയാതെ നിങ്ങളുടെ ആളെ പറ്റിച്ചാൽ പോണവർ പോയിക്കോട്ടെ, അതിനൊന്നും എന്നെ കിട്ടില്ല എന്നാരും പറഞ്ഞു.